വേണം സീരീസിന്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു ഓണത്തിന് ഒരു 10 ഓണം റിലേറ്റഡ് വീഡിയോസ് ചെയ്യണമെന്ന്. അതായത് നമുക്ക് അത്തം മുതൽ 10 ദിവസമാണല്ലോ ഓണം വരുന്നത്. അപ്പോൾ 10 വീഡിയോസ് ചെയ്യണമെന്ന് ഒരുപാടായി ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നിട്ടുള്ളത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഓണം റിലേറ്റഡ് ട്രഡീഷണൽ ജ്വല്ലറീസ് ആണ് കേട്ടോ. മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. വളരെ അഫോർഡബിൾ റേറ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു 300 അറൗണ്ടിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ജ്വല്ലറീസ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ ഈ ഒരു ചോക്കറാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ചോക്കറാണ്. ഇത് മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ വിചാരിക്കാൻ കാരണം ഇതെല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകും. അതായത് ട്രഡീഷണൽ വെയർ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഫ്യൂഷനായിട്ടൊക്കെയാണ് ട്രഡീഷണൽ വെയേഴ്സ് വരാറല്ലേ. ഏതൊരു നമുക്ക് ഈവൻ ജീൻസിലും ടോപ്പിലും വരെ ട്രഡീഷണൽ ടച്ച് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. മീൻസ് ട്രെൻഡ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഏതൊരു കൈൻഡ് ഓഫ് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് പോകും. ഈവൻ ഒരു ഷർട്ടിൽ നമ്മളൊരു ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു നെക്ക് പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതേപോലെ തന്നെ പക്ക ട്രഡീഷണൽ ആയിട്ട് വരുന്ന കേരള സാരി, കസവുമുണ്ട്, പിന്നെ ഇപ്പോൾ ട്രഡീഷണലി പട്ടുപാവാട, ധാവണി, അങ്ങനെ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെയും ഈ ഒരു ചോക്കർ പോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രായഭേദമന്യേ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ഏജ് ആയ ആൾക്കാർക്കും ഏതൊരു ആൾക്കാർക്കും വേണമെങ്കിലും ഇത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇതിൻ്റെ ആ ഒരു ലോക്കറ്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ഇപ്പോൾ നമ്മൾ എന്താ മുല്ലമൊട്ടുമാല അല്ലെങ്കിൽ എന്താ നാഗവട അങ്ങനെയൊക്കെ ഒരു ട്രഡീഷണൽ ടച്ചുള്ള ഓരോരോ മാലകളുണ്ടല്ലോ. അപ്പം അതേപോലെ ഒരു പെൻഡൻ്റ് ആണ് ഇതിൻ്റെ ഒരു മിഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡാൻസിലൊക്കെ നമ്മൾ തലയിൽ വെക്കുന്ന സൂര്യൻ ഉണ്ടല്ലോ, അല്ല സൂര്യനല്ല ചന്ദ്രനാണ്. അതേപോലെ തന്നെ ഒരു രണ്ട് കുഞ്ഞു ചന്ദ്രന്മാർ നമുക്ക് അങ്ങനെ കമ്മലിലും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 193 അങ്ങനെ കണ്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സോ ഫസ്റ്റ് വൺ എനിക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ചോക്കറാണ്. നെക്സ്റ്റ് നെക്ക് പീസ് വന്നിട്ട് ഒരു ലോങ് ചെയിൻ ആണ് കേട്ടോ. ഇത് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ടാണ് ഇതൊരു മസ്റ്റ് ഹാവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ലുക്ക്, ഇങ്ങനെ ഒരു ലുക്കിലുള്ള ഒരു ചെയിന് നമുക്ക് ഒരു 200 അറൗണ്ടിൽ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ നമുക്കിത് കിട്ടും. പിന്നെ ഈ ഒരു മാല ഓണത്തിന് മാത്രമല്ല കേട്ടോ, നമുക്കിങ്ങനെ വെഡ്ഡിങ് ഫംഗ്ഷനുകൾക്കും ചുമ്മാ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു മാല പോവും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലൊരു ഡീറ്റെയിൽസ് ആണെങ്കിൽ കുറേ ടെമ്പിൾ വർക്ക്സ് ആണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഈ റേറ്റ് കുറവിന് കിട്ടുന്ന ജ്വല്ലറീസ് ഒക്കെ ഭയങ്കര ഒരു യെല്ലോ ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള ഒരു റെഡിഷ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗോൾഡൻ കളറിലാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇത് വന്നിട്ടൊരു എന്താ പറയുക, ഒരു ബ്ലാക്ക് മെറ്റലിലൊക്കെ വന്നിട്ടുള്ള പോലെ എന്താ പറയുക, ഒരു ആൻറ്റിക് പീസൊക്കെ നമ്മൾ കാണില്ലേ, അതേപോലെ തന്നെ ആ ഒരു ടച്ചിലുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഫസ്റ്റ് ആ ഒരു വ്യൂവിൽ നമുക്ക് തോന്നുന്നത്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സാരിയുടെ കൂടെ ആണെങ്കിലും നോർമൽ പട്ട് സാരിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ കേരള കസവ് സാരിയുടെ കൂടെ ആണെങ്കിലും സെറ്റ് മുണ്ടിൻ്റെ കൂടെ ആണെങ്കിലും ഈവൻ ഒരു അനാർക്കലി ചുരിദാറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഇത് നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സോ ഇത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു മാല, ഇങ്ങനെ ഒരു മാല, അതായത് കുറച്ച് ഇത് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ലോങ് ചെയിൻ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് എനിക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും നന്നായിട്ട് പോകും. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ചോക്കർ ഉണ്ട്, ഒരു ലോങ് ചെയിൻ ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ളൊരു ലോങ് ചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു ലോങ് ചെയിൻ ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യുമ്പോൾ നമുക്കത് ഡിഫറെൻറ്റ് ലുക്കായിരിക്കും തരുന്നുണ്ടാവുക. ഇതിലാണെങ്കിൽ നമുക്കിതിൻ്റെ ചെയിൻ വളരെ ഭയങ്കര തിന്നായിട്ടുള്ള ചെയിനാണ്. പിന്നെ ലോക്കറ്റാണ് ഇതിൽ വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ട് വന്നിട്ടുള്ളത്. ഭയങ്കര രസമായിട്ടൊരു ലക്ഷ്മി ദേവിയുടെ ഒരു
ഒരു രൂപമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ആക്ച്വലി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ഹാൻഡ് വർക്ക് ആണോ മെഷീൻ വർക്ക് ആണോ എന്നൊക്കെ ഡൗട്ടായിട്ട് പോകും. അത്രയും രസമാണ്, അത്രയും ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗോൾഡ് ആണെന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ചെയിനാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തിന് നമ്മൾ അടിപൊളിയായിരിക്കും. ഇതിന് കൂടെയൊക്കെ ഒരു കമ്മലും വരുന്നുണ്ട് കേട്ടോ, ജിമുക്ക, കുഞ്ഞു കുഞ്ഞു ജിമുക്കുകളാണ് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ജിമുക്കൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 2 മാലകൾ. നെക്സ്റ്റ് വൺ ഒരു ഷോർട്ട് ചെയിൻ ആണ്. ഇത് വന്നിട്ട് നമ്മളെ ട്രഡീഷണൽ കേരള പാലക്ക മാല എന്നൊക്കെ പറയില്ലേ, ലക്ഷ്മി മാല എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എന്താ നെക്ക് പീസ് ആണ്. ഇതിൻ്റെ വർക്ക്സ് ആണെങ്കിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ജ്വല്ലറിയിലൊക്കെ, നമ്മൾ മലബാർ ഗോൾഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ടാവില്ലേ കുറേ ടെമ്പിൾ ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളക്ഷൻസ് ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പീസ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയിൻ എല്ലാവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊരു ട്രഡീഷണൽ വെയർ ലൈക്ക് പട്ടുപാവാട, ധാവണി, ഇപ്പോൾ സാരി അല്ലെങ്കിൽ കസവുമുണ്ട്, അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ഒക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈവൻ ഒരു ബ്രൈഡിന് വരെ നമുക്കിത് നമ്മൾ ടെമ്പിൾ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രൈഡിനാണെങ്കിലും ഒരു കസവ് മുണ്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല രസം ഉണ്ടാവും. ഈ ഒരൊറ്റൊരു മാല ഇട്ടാൽ തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് മസ്റ്റ് ഹാവ് ആയിട്ട് എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള വേറൊരു മാല. ഇതിനും റേറ്റ് കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 200 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് നെക്ക് പീസ് വന്നിട്ട് ഒരു ചോക്കറാണ് കേട്ടോ. ചോക്കറൊക്കെ നമുക്ക് സാരിയുടെ കൂടെ ഭംഗി ഉണ്ടാവും, ട്രഡീഷണൽ കസവുമുണ്ട് എല്ലാത്തിൻ്റെ കൂടെ ഭംഗി ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോക്കർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു അനാർക്കലി ചുരിദാറിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ധാവണിയുടെ കൂടെ ഓണത്തിന് മാത്രമല്ല, വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്, ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ടെമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു ഫുൾ ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് നെക്ക് പീസസ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ കമ്മൽ വരുന്നുണ്ട്. കമ്മൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ചോക്കർ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കമ്മലാണ് ഇത്. ഇതേപോലെ മാച്ചിങ് ആയിട്ട് നമുക്ക് കമ്മലുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാനെന്തോ എപ്പോഴൊന്നും ഞാൻ കമ്മൽ ഇതിൻ്റെ മാച്ചായിട്ടുള്ള കമ്മൽ ഞാൻ യൂസ് ചെയ്യാറില്ല. എക്സ്ട്രാ നമ്മൾ ജുംക്കാസ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, ഗോൾഡൻ കളർ ജുംക്കാസ്, അതായിരിക്കും ഞാൻ പെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ണും കൂട്ടി വാങ്ങിക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ റേറ്റ് ആണെങ്കിലും ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി, അഫോർഡബിൾ പ്രൈസ് ആണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും. ഇനിയിപ്പോൾ ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ട്രഡീഷണൽ ഓർണമെൻ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരമായി, എനിക്കും ഉപകാരമായി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഇറ്റ്സ് മീ പ്രിയ, ബൈ.